നേരത്തെ വരണ്ടായിരുന്നോ? ഏട്ടൻ നല്ല ആളാട്ടാ. നല്ലൊരു പാത്രം മേടിച്ചാൽ എന്താ എന്നോട് പറയാഞ്ഞത്? മതി പറ്റിച്ചത് ഞാൻ കണ്ട്. നല്ലൂന് എന്താ പാത്രം മേടിച്ചിട്ട് എന്നോട് പറയാഞ്ഞത്? ആര് മേടിച്ചു? ഏട്ടനല്ലേ അലമാരി മേടിച്ചു വെച്ചു? നീ മേടിച്ചതല്ലേ? അല്ല, സുരേഷിന്റെ പാത്രം. ദൈവമേ, ഇവിടെ ഇപ്പൊ കൊലപാതകം നടന്നേനെ. ഒരു മിനിറ്റ്, ഇത് കേൾക്കേണ്ട ആളകത്തുണ്ട്. സുരേഷിന്റെ പാത്രം എന്തിനാ നമ്മുടെ അലമാരി കൊണ്ട് വെച്ചേക്കുന്നത്? ഓടിവാ ഓടിവാ. ഇപ്പൊ പറഞ്ഞു, ഒന്ന് പറയാവോ? എന്ത്? അല്ല, പാദസരം മേടിച്ചത് ആർക്കാണ്? അയ്യോ, ഞാൻ മേടിച്ചതല്ല, അത് സുരേഷിന്റെ മോളുടെ പാദസരം. സഹായദാസിന് ഒരു ആവശ്യം വന്ന സമയത്ത് പണയം വെക്കാൻ കൊടുത്ത്. അപ്പോൾ സഹായദാസിനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അപ്പൊ സുരേഷ് 2 ദിവസം ലീവ് കൊടുക്കണം. അല്ലടാ, ഇവിടെ 2 അന്തക്കേടാ ഉള്ളത്. ദേ, ഒന്ന് നിന്റെ അടുത്ത് നിൽക്കുന്നു, ഒന്ന് ദേ നിൽക്കുന്നു. നല്ലൂന് പാദസരം മേടിച്ചെന്ന് പറയാൻ അവളും, അത് കേട്ട് ബോധം കെടാൻ ദേ ഇവളും. ഞാൻ വിചാരിച്ചത് നല്ലൂന് മേടിച്ചതായിരിക്കും. നീ എന്തിനാണ് അങ്ങനെ വിചാരിക്കുന്നത്? ഒരു സാധനം അലമാരെ കൊണ്ട് വെച്ചാണ് തെറ്റ്. കൊണ്ടുപോയി സാധനം വെക്കുമ്പോ എന്നോടൊന്ന് പറയണ്ടേ? ഞാനത് പറഞ്ഞില്ല. നീ നിന്നോട് പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ നല്ലൂനോടും പറഞ്ഞു കേട്ടോ. മെസ്സേജ് ഇടേ. പൊന്നിലല്ലേ? ഓക്കെ ഓക്കെ. പോലീസുകാരാ, ഒരു അഭ്യർത്ഥനയുണ്ട്. നിന്റെ കയ്യിൽ പൈസ ഉണ്ടാവും, സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ വീട്ടിൽ പലതും മേടിക്കും. പക്ഷെ അത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിന്ന ഞങ്ങളുടെ കുടുംബത്തിൽ കലഹം ഉണ്ടാവില്ല. നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? ക്ലീറ്റോ, അത് അവൻ മേടിച്ചതല്ല. അത് സുരേഷ് ഏട്ടൻ സഹായദാസിന് പണയം വെക്കാൻ വേണ്ടി കൊടുത്തിരുന്നതാ. അതെടുത്തിട്ട് സുരേഷ് ഏട്ടൻ വരാത്തോണ്ട് അവൻ കയ്യിൽ സൂക്ഷിക്കാൻ പിടിച്ചെന്നേ ഉള്ളൂ. മാമിയാണ് മാറ്റി പറഞ്ഞത്. അവർക്ക് പിന്നെ എന്തെങ്കിലും മതിയല്ലോ. ആരെങ്കിലും ഞാൻ അറിഞ്ഞില്ലല്ലോ ഏട്ടാ. നീ എന്നോട് ചോദിച്ചില്ലല്ലോ. അപ്പോ പണയ മുതലായിരുന്നു അല്ലേ? പക്ഷെ കുഴപ്പമില്ല, മാമി അങ്ങനെ പറഞ്ഞോണ്ട് എനിക്ക് ഉടനെ കിട്ടും ഒരു സ്വർണ്ണ കൊലുസ്. ഡാഡി പറഞ്ഞു. അല്ലല്ല, വാക്ക് നിന്ന് അവനല്ലേ പറഞ്ഞ. ഇപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലായ? ഡാഡി എന്തുകൊണ്ടാണ് നിനക്ക് സ്വർണ്ണ പാദസരം മേടിച്ചു തരാത്തേന്ന്? മോക്ക് ഡാഡി ഒരു സ്വർണത്തിന്റെ പാദസരം മേടിച്ചുകൊണ്ട് തരും. മോളത് സന്തോഷത്തോടെ കാലിലോട്ട് ഇടും. ഇട്ട് കഴിയുമ്പോൾ ഡാഡിക്ക് എവിടുന്നെങ്കിലും പൈസയുടെ കുറേ ആവശ്യം വരും. അപ്പം ഡാഡി എന്ത് ചെയ്യും? വീണ്ടും മോളെ ആശ്രയിക്കേണ്ടി വരും ഈ സ്വർണ്ണ പാദസരം പണയം വയ്ക്കാൻ. അപ്പോൾ മോള് ഡാഡിയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കൂടി അങ്ങ് ഡാഡിക്ക് തരും. പക്ഷെ ഡാഡിക്ക് അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാവും. ഇല്ല, നമുക്കൊരു പാദസരം ഡാഡി മേടിച്ചു തരും. ആഗ്രഹം ഡാഡി എപ്പോൾ സാധിച്ചെന്ന് ചോദിച്ചാൽ മതി. ഇപ്പോഴൊന്നും കിട്ടൂല. ക്ലീറ്റോന് ഭയങ്കര പുരോഗമനം ഉണ്ടല്ലോ. ക്ലീറ്റോയെ പറ്റി നീ എന്താണ് വിചാരിച്ചതാ? ഭയങ്കര തിളക്കം കേട്ടോ ഇതിന്. ഇതാണ് വെള്ളി പാദസരം. ഡാഡി എന്തിനാണ് ഈ വെള്ളി പാദസരം മേടിച്ചെന്ന് അറിയാമോ? അറിയാം. പിന്നെ വിൽക്കാനും പണയം വെക്കാനൊന്നും പറ്റൂലല്ലോ. അവിടെ കൂടെ കൊടു.